പൊട്ടൻസി പരിശോധന നടത്തിയ ഡോക്ടറോട് പറഞ്ഞത് ഞങ്ങളോടും മറ്റു സമയത്ത് പിന്നീട് ഞങ്ങളോട് പറഞ്ഞതും അവൻ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ ഭോഗിക്കണം, മദ്യം കഴിക്കണം, മയക്കുമരുന്ന് ഉപയോഗിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം. സ്ത്രീകളെയും പെൺകുട്ടികളെയും ചെറിയ ആൺകുട്ടികളെയൊക്കെ ഉപദ്രവിച്ച് അവരെ കവർച്ച നടത്തി അവരെ ഇതേമാതിരിക്ക് ലൈംഗികമായി ഉപദ്രവിച്ചതിന് ശേഷം കൊലപ്പെടുത്തുന്നതിനും അതുപോലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതിനും മാത്രമായിട്ടാണ് അവൻ ജയിലിൽ കിടന്നത്. മറ്റൊരു ആവശ്യം ഗോവിന്ദചാമിക്കില്ല. അഷ്റഫ് അദ്ദേഹം റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. പണ്ട് ഈ ഗോവിന്ദചാമിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്ന ഒരാളാണ്. ശ്രീ അഷ്റഫ്, ഈ വാർത്ത കേട്ടപ്പോൾ ഇയാൾ ജയിൽ ചാടി എന്നൊരു വാർത്ത കേട്ടപ്പോൾ നിങ്ങൾക്കറിയാമല്ലേ ഇയാൾ എത്രത്തോളം അപകടകാരിയാണ് എന്നുള്ളത്? ആ വാർത്ത എത്രത്തോളം ഞെട്ടിക്കുന്നതായിരുന്നു അങ്ങേക്ക്? ജയിൽ ചാടി എന്നുള്ള വിവരം കാലത്ത് തന്നെ എന്നെ അറിയുന്നതോടുകൂടി ഞാൻ വളരെ ഞെട്ടലോടുകൂടിയാണ് ആ വാർത്ത ഞാൻ കേട്ടത്. കാരണം എനിക്കറിയാം ഗോവിന്ദചാമി ആരാണെന്ന്. ഗോവിന്ദചാമിയെ പിടിച്ചതും അതിനുശേഷം അറസ്റ്റ് ചെയ്ത് ഞാൻ ജയിലിലാക്കിയതും പിന്നീട് കസ്റ്റഡിയിൽ മേടിച്ചതും തുടർന്ന് അങ്ങോട്ട് 3 മാസത്തിൽ 4 മാസക്കാലമുള്ള തുടർച്ചയായിട്ടുള്ള സെഷൻസ് കോടതിയിലെ ട്രയലിലും എല്ലാം നേരിട്ട് പരിചയമുള്ള ഒരാളാണ് എനിക്ക് ഗോവിന്ദചാമിയെ. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഗോവിന്ദചാമി എസ്കേപ്പായി എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഭീകരാവസ്ഥ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ഗോവിന്ദചാമിക്ക് ജയിൽ ചാടിയതിന് ശേഷം ഭാര്യയും മക്കളുമായിട്ട് കുടുംബമായിട്ട് ജീവിക്കേണ്ട ഒരവസ്ഥയില്ല. അതുപോലെ തന്നെ അച്ഛനും അമ്മയായിട്ട് കുടുംബമായിട്ട് ജീവിക്കേണ്ട ഒരവസ്ഥ അവനില്ല. സഹോദരങ്ങളായിട്ട് കുടുംബമായിട്ട് ജീവിക്കേണ്ട ഒരവസ്ഥയില്ല. മറ്റു സുഹൃത്തുക്കളായിട്ട് കുടുംബമായിട്ട് ജീവിക്കേണ്ട ഒരവസ്ഥ അവനില്ല. അവൻ ജയിലിൽ ചാടുന്നത് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവൻ ജയിൽ ചാടുന്നത്. ജയിൽ ചാടി ഇതുപോലെ സ്ത്രീകളെയും പെൺകുട്ടികളെയും ചെറിയ ആൺകുട്ടികളെയൊക്കെ ഉപദ്രവിച്ച് അവരെ കവർച്ച നടത്തി അവരെ ഇതേമാതിരിക്ക് ലൈംഗികമായി ഉപദ്രവിച്ചതിന് ശേഷം കൊലപ്പെടുത്തുന്നതിനും അതുപോലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതിനും മാത്രമായിട്ടാണ് അവൻ ജയിലിൽ കിടന്നത്. മറ്റൊരു ആവശ്യം ഗോവിന്ദചാമിക്കില്ല, മറ്റൊരു ബന്ധങ്ങളില്ല, മറ്റൊരു കൂട്ടുകെട്ടുകളില്ല, ഒന്നുമില്ല. അതുകൊണ്ട് അവൻ്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് നമുക്ക് അവൻ ചാടി എന്നറിഞ്ഞപ്പോൾ വളരെ വളരെ പേടിപ്പെടുത്തുന്ന ഒരു ഒരു റിപ്പോർട്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു വാർത്തയായിരുന്നു ഞാൻ കേട്ടിരുന്നത്. എന്തായാലും ദൈവത്തിന് നന്ദി, അവനെ പിടിക്കപ്പെട്ടതിൽ ആ പിടിക്കപ്പെട്ട പോലീസുകാർക്കും നാട്ടുകാർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ശ്രീ അഷ്റഫ്, അതിനോടൊപ്പം തന്നെ ഇത്രയും സുരക്ഷാ സന്നാഹങ്ങളുള്ള, ഇത്രയും ഉയർന്ന മതിലുകളുള്ള, അതിന് മുകളിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഉള്ള ഒരു ജയിലിൽ ചാടിക്കടക്കാൻ കഴിയുന്ന സാഹചര്യം, അതിനനുസരിച്ച് സ്വന്തം ശരീരവും രൂപവും എല്ലാം മാസങ്ങളെടുത്ത തയ്യാറെടുപ്പിലൂടെ അത് പരുവപ്പെടുത്താൻ കഴിയുന്ന ആസൂത്രണ ബുദ്ധി, ഇയാളെ കണ്ടാൽ ഒരു വഴിയിൽ നടക്കുന്ന യാചകൻ എന്നാണ് തോന്നുക. നേരത്തെ ശ്രീ വിനോജ് പറയുന്നത് പോലെ ഈ മനുഷ്യനാണ് ഇത്രയും ക്രൂരമായ കൊലപാതകം നടത്തുന്നതും പിന്നീട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും തിരുത്ത എന്നൊന്നും അയാളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ടുണ്ടല്ലോ നമുക്കിന്നും. ആ രീതിയിൽ അയാൾക്ക് ഇത്രയും മികച്ച പ്ലാനിങ് അതൊക്കെ ഒറ്റയ്ക്ക് നടത്താൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അവൻ ഒറ്റയ്ക്ക് നടത്തും. അവൻ്റെ ആരോഗ്യസ്ഥിതി മാനസികാവസ്ഥ അതുപോലെയാണ്. കാരണം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 അടിയൊക്കെ അധികം പൊക്കമുള്ള ഒരു പോലീസ് ഓഫീസറാണ്. എന്നെപ്പോലെ തന്നെ ശരീരപ്രകൃതിയുള്ള 3-4 പോലീസ് ഓഫീസർമാർ അവൻ അറസ്റ്റ് ചെയ്ത സമയത്ത് അവൻ്റെ മറ്റേ കൈ പിടിച്ച് ഞങ്ങളൊന്ന് ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നടന്നിട്ടില്ല. ഞങ്ങൾ വേർത്തുപോയി. ആ കാലത്ത് 14 വർഷം മുമ്പ്. അതാണ് അവൻ്റെ ശരീരപ്രകൃതി. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഫിറ്റാണ്. ഈ നമ്മുടെ പെൺകുട്ടി 40-50 കിലോൻ്റെ അടുത്ത് വെയിറ്റുള്ള ഈ പെൺകുട്ടിനെ ഒറ്റ കൈ കൊണ്ടാണ് പൊക്കി അവൻ എടുത്തു കൊണ്ടുപോയി. അവൻ ആ കൊട്ടി വീണിട്ടുള്ള ട്രാക്കിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി ഒരു 50 മീറ്റർ അപ്പുറത്തുള്ള മറ്റൊരു ട്രാക്കിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് ഒറ്റയ്ക്ക് കൊണ്ടുപോയി ഇട്ട് അവിടെ വെച്ചിട്ടാണ് കുട്ടി ബലാത്സംഗം ചെയ്യുന്നത്. അപ്പോൾ അതിന് പ്രാപ്തിയുണ്ട്, അതിന് കഴിവുണ്ട്. മാനസികാവസ്ഥ അങ്ങനെ ഒരു അവസ്ഥയാണ്. ആ കുറ്റകൃത്യം ചെയ്തതിനെ കുറിച്ച് അവന് യാതൊരു കുറ്റബോധവുമില്ല. മാത്രമല്ല ആ കുറ്റകൃത്യം ചെയ്തതിനെ കുറിച്ച് അവൻ എന്നോട് പറഞ്ഞത്, ഞാൻ അവനെ ഇൻട്രോഗേഷൻ നടത്തിയത് ചോദ്യം ചെയ്തതൊക്കെ ഞാനാണ്. ഞാൻ മറ്റുള്ള നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ ഇരുന്നിട്ട് അത് രേഖപ്പെടുത്തിയതൊക്കെ ഞാനാണ്. അവൻ എന്നോട് പറഞ്ഞ കാര്യം, ഞങ്ങളോട് പറഞ്ഞ കാര്യം, പാൽപ്പായസം കണ്ടിട്ട് ഒരു നിമിഷം ശ്രീ അഷ്റഫ്, സൗമ്യയുടെ അമ്മയുണ്ട്. ഓക്കെ സോറി. അപ്പോൾ അതാണ് മറ്റേ അവൻ്റെ സ്വഭാവം. മാത്രമല്ല അവൻ ട്വൈസ് എ വീക്ക് അവന് ഡോക്ടറോട് പറഞ്ഞത്, അവന് പൊട്ടൻസി പരിശോധന നടത്തിയ ഡോക്ടറോട് പറഞ്ഞത് ഞങ്ങളോടും മറ്റു സമയത്ത് പിന്നീട് ഞങ്ങളോട് പറഞ്ഞതും അവൻ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ ഭോഗിക്കണം, മദ്യം കഴിക്കണം, മയക്കുമരുന്ന് ഉപയോഗിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം. ബിരിയാണി കിട്ടാത്ത കാര്യത്തിന് ജയിലിലെ ക്യാമറകളൊക്കെ അടിച്ചു തകർത്തതിന് അവൻ്റെ പേരിൽ ഒരു PDPP ആക്ട് കേസെടുത്തിട്ട് ആ കേസിൽ അവനെ കൺവിഷൻ ആയതാണ്. അതാണ് അവൻ്റെ സ്വഭാവം. അപ്പോൾ അവൻ ഈ കുറ്റകൃത്യം ചെയ്യും. ഇത് ചെയ്യാൻ അവന് ചാടാൻ ആരുടെയും സഹായം വേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരാളുടെയും ഒരു വിധത്തിലുള്ള സഹായം വേണ്ട.
മറ്റേ ഫിസിക്കലായിട്ടുള്ള യാതൊരു സഹായവും അവന് വേണ്ട. ഈ കുറ്റകൃത്യം അവന് പൊങ്ങാനും ചാടാനും കയറാനും അവൻ പ്രാപ്തനാണ്. അതാണ് അവൻ്റെ ശരീരപ്രകൃതി, അവൻ്റെ സ്വഭാവം. ഇവൻ്റെ ഗ്രാമത്തിൽ ഈ പറഞ്ഞ ഇവൻ്റെ ഗ്രാമമുണ്ട് മറ്റേ ഗിരിതാചലം താലൂക്കിൽ, അവൻ്റെ ഗ്രാമത്തിൽ കടലൂർ ഡിസ്ട്രിക്റ്റിലുള്ള അവൻ്റെ ഗ്രാമത്തിൽ ഐവതക്കുടി എന്ന് പറയും. സർക്കാർ കൊടുത്തിട്ടുള്ള 51 വീടുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ പറയുക മറ്റേ ലക്ഷം വീട് കോളനി എന്നാ. അപ്പോൾ ആ ലക്ഷം വീട് കോളനി എന്ന് പറയുന്ന ഐവതക്കുടിയിലുള്ള സ്ത്രീകൾക്കൊക്കെ ഇവനെ പേടിയാ. എല്ലാ സ്ത്രീകൾക്കും ഇവനെ പേടിയാ. നമുക്ക് ഇവിടെ അവനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം തന്നെ 10 വർഷം ഒരു കേസിൽ 397 IPC ആണ് ഇപ്പോൾ BNS. ആ 397 IPC പ്രകാരം 10 വർഷം അവനെ ശിക്ഷിച്ച മറ്റൊരു കേസുണ്ടായിരുന്നു. ആ കേസിൽ ഒളിവിൽ പോയിട്ടതിന് ശേഷമാണ് ഇവിടെ ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ കേസിലേക്ക് അവനെ വീണ്ടും ഈ കേസ് കൺവിഷൻ ആയതിനു ശേഷം ആ കേസ് 10 വർഷം കൺവിഷൻ ആയിട്ടുണ്ട്. അതാണ് അവൻ്റെ സ്വഭാവം. എന്ത് കുറ്റകൃത്യവും ചെയ്യും. കാരണം അവൻ കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ജയിലിൽ ചാടിയിരിക്കുന്നത്. കാരണം മറ്റൊരു ബന്ധങ്ങൾ അവനില്ല. എനിക്ക് അല്ലെങ്കിൽ അവൻ്റെ അമ്മയുടെ കൂടെ താമസിക്കണമെന്നോ അച്ഛൻ്റെ കൂടെ താമസിക്കണമെന്നോ ഭാര്യ മക്കളായിട്ട് താമസിക്കണമെന്നോ അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ച് താമസിക്കണമെന്നോ അങ്ങനെയുള്ള യാതൊരു ചിന്താഗതിയുള്ളവനോ അങ്ങനെയുള്ള സംഭവങ്ങളില്ലാവനല്ല. അവൻ ഏകനാണ്. അച്ഛൻ മരിച്ചുപോയി, അമ്മ മരിച്ചുപോയ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ കാലത്ത് ഒരു 307 കേസിൽ ജയിലിലായിരുന്നു. അവരുമായിട്ടൊന്നും യാതൊരു ബന്ധങ്ങളില്ല, നാട്ടുകാരായിട്ടും ബന്ധങ്ങളില്ല, മറ്റ് അറിയപ്പെടുന്ന കൂട്ടുകാരൊന്നുമില്ല. അവൻ ആന്ധ്രയിൽ അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ കേസുകളുണ്ട്. ഇത് റെയിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള റോബറി, മോഷണം, സ്ത്രീകളെ ഉപദ്രവിച്ച കേസുകൾ മാത്രമാണ് അവൻ്റെ കേസുകൾ. നമ്മൾ ഈ കേസുകളിൽ എല്ലാ കേസുകളിലും അവൻ്റെ പേര് വിവിധ പേരുകളാണ്. നമ്മൾ അവനെ പിടിക്കുന്ന സമയത്ത് തന്നെ അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ചാർലി എന്നാണ്. ചാർലി പൂക്കടത്തെരുവ്, കോയമ്പത്തൂർ. അത് നമ്മൾ അന്ന് രാത്രി തന്നെ അവനെ റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വെരിഫൈ ചെയ്ത സമയത്താണ് അവൻ്റെ വീട് കാണിച്ചു തരാനോ അവൻ്റെ അഡ്രസ്സിലുള്ള സ്ഥലം കാണിച്ചു തരാനോ പറ്റാതിരുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിൽ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ നമ്മളെ സഹായിച്ചത് ആ തമിഴ്നാട്ടിലൊരു വനിതാ പോലീസാണ്. ആ വനിതാ പോലീസ് പറഞ്ഞു, സാറേ എനിക്ക് ഇവനെ സംശയമുണ്ട്, ഇവൻ ഈ പറയുന്ന അഡ്രസ്സൊന്നും ഇവൻ്റെ അല്ല, എനിക്ക് ഇവനൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ സേലം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് സേലം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവൻ മറ്റേ ചാർലി അല്ല ഗോവിന്ദച്ചാമി ആണെന്നും ഇത്ര കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്നും നമുക്ക് മനസ്സിലാകുന്നത് അന്വേഷണ ഭാഗമായിട്ട്. അങ്ങനെയാണ് ആ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അപ്പോൾ എല്ലാ കേസുകളിലും വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന ആളാണ് ഈ ഗോവിന്ദച്ചാമി. അങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന ആള് ഈ കേസിൽ ഈ ആള് എല്ലാം ഒന്നാണെന്ന് നമ്മൾ പിന്നെ പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യുന്നത്, കോടതിയിൽ പ്രൂവ് ചെയ്യുന്നത് അവൻ്റെ ഫിംഗർ പ്രിന്റ് വെച്ചിട്ടാണ്. എല്ലാ കേസിലെയും ഫിംഗർ പ്രിന്റ് ഒന്നാണെന്ന് ചെന്നൈ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലെ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട് ശ്രീമതി മാലതി SI അവറുകളാണ് ഇത് ഇന്ന എല്ലാ കേസിലെയും ഫിംഗർ പ്രിന്റ് ഒന്നാണ്, ഇതെല്ലാം ഗോവിന്ദസ്വാമി എന്ന് പറഞ്ഞ ആളാണെന്നും പ്രൂവ് ചെയ്യുന്നതും അതാ എവിഡൻസ് കോടതിയിൽ കൊടുക്കുന്നതും രേഖകളൊക്കെ നമ്മൾ കോടതിയിൽ എടുത്തതിനു ശേഷം അവരെ സാക്ഷിയാക്കി അവർ ഇത് കോടതിയിൽ ബോധിപ്പിക്കുന്നതും അങ്ങനെയാണ് ഈ കേസുകളിലൊക്കെ കൺവിഷൻ ആയിട്ടുള്ള കേസുകളിലൊക്കെ ഗോവിന്ദസ്വാമി എന്ന് പറയുന്നത്. കൺവിഷൻ ആവാത്ത കുറേ കേസുകൾ നമുക്കുണ്ട്. ആ കേസുകളൊന്നും മറ്റേ രേഖപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കാരണം അതൊന്നും അവനല്ലാന്ന് നമുക്ക് അവനാണെന്ന് തെളിയിക്കാൻ പറ്റില്ല, വ്യത്യസ്ത പേരുകളിലാണ്. അതാണ് ഇതിന്റെ സ്വഭാവം. സുപ്രീം കോടതിയിൽ ഒരു കാര്യത്തിനല്ല. ശരി, സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന രേഖകൾ അടക്കമുള്ളവയിൽ കൃത്യമായി അയാളുടെ പേര് ഗോവിന്ദച്ചാമി എന്നു തന്നെയാണ് ഈ കേസിന്റെ എല്ലാ വഴികളിലും ഉള്ളത്. മറ്റു പേരുകൾ പ്രചരിപ്പിക്കാൻ ധൃതി കാട്ടിയവർക്ക് അതൊന്ന് പരിശോധിക്കാനാണ്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോട് പറയാൻ നമുക്ക് അതിലേക്ക് പോവേണ്ടതില്ല എന്ന് തോന്നുന്നു. അത്ര പ്രാധാന്യം അതിന് കൽപ്പിക്കേണ്ടതുള്ളൂ എന്നും തോന്നുന്നു.